ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയ തിരുനാളിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. വളരെ അർത്ഥവത്താണത്. ആ ഡേറ്റ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന തന്നെ വളരെ അർത്ഥവത്താണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ടവർ, ഈശോയുടെ തിരുഹൃദയം പോലെ നമ്മുടെ ഹൃദയവും ആകണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ നമുക്കുള്ള മാതൃകയാണ്. തൊട്ടു പിറ്റേ ദിവസം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഹൃദയ തിരുനാളുകൾ, തിരുഹൃദയത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും ഒക്കെ ഈ ഹൃദയ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് പരിവർത്തനം നടക്കേണ്ടത് തൊലിക്ക് പുറത്തല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് എന്ന സൂചന തരുന്നുണ്ട്. നമുക്കും ആഗ്രഹിക്കണം നമ്മുടെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമമായിട്ട് മാറാൻ, കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കെയുള്ള കൃപയ്ക്കു വേണ്ടി ഈ തിരുനാൾ ദിവസം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, വിമല ഹൃദയത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം നമ്മൾ ഒരുമിച്ച് നടത്തിയ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഓർമ്മകൾ വരുന്നുണ്ട്. ഒരുപാട് ദൈവാനുഗ്രഹത്തിൻ്റെ നാളുകളായിട്ട് നമ്മൾ ഒരുമിച്ചത് അനുഭവിച്ചതാണ് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ കാലം. തീർച്ചയായിട്ടും സമീപകാലത്ത് നമ്മൾ കാരുണ്യ വഴിയിൽ ഒരുമിച്ച് കണ്ടതാണ്. പക്ഷെ അതിനു മുമ്പേ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 33 നാളുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് യാത്ര ചെയ്തതാണ്. ആ ഓർമ്മകളെ നമുക്കൊന്ന് ഒരുമിച്ച് അയവിറക്കുകയാണ്. ആ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ നാളുകളിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഒന്ന് ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഈ വിമല ഹൃദയ തിരുനാൾ ദിവസം. 33 ദിവസത്തെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താമോ എന്ന് ശാലോം ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം എന്തുകൊണ്ട് ഞാൻ? കാരണം അത്രമേൽ ആത്മീയ വളർച്ച ഇതുവരെയും നേടിയിട്ടില്ലാത്ത ഞാനത് നടത്തണോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഇത് ദൈവനിയോഗമായി മനസ്സിലാക്കുകയും എളിയവരെയും ബലഹീനരെയും ഉയർത്തുന്ന കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിക്കുകയും ചെയ്താണ് അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കിയത്. അപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക, ഏത് വിഷയം എടുക്കും? വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസവും മാതാവിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഹൃദയ പരിവർത്തനം സാധ്യമാകണ്ടേ, അതിന് പറ്റുന്ന ഒരു വിഷയം എടുക്കണ്ടേ. അങ്ങനെയാണ് നമ്മൾ അന്ന് വിശുദ്ധീകരണം വിഷയമായിട്ടെടുത്തത്. വിശുദ്ധീകരണമായിരുന്നു നമ്മുടെ വിഷയം കഴിഞ്ഞ വർഷത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ. വിശുദ്ധി ആഗ്രഹിക്കണം, വിശുദ്ധരാകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണമെന്ന്. അപ്പം അങ്ങനെ വിശുദ്ധീകരണം ആഗ്രഹിച്ച് വിശുദ്ധിയുടെ വിഷയങ്ങൾ പങ്കുവെച്ച് നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഈ യാത്രയിലുടനീളം ഫോൺ കോൾസ് വരുന്നുണ്ടായിരുന്നു. അച്ചോ, ഇതാ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു, ഇങ്ങനെ ഒരു ഉത്തരം കിട്ടി, ദീർഘകാലമായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാഞ്ഞതാണ്, ഇതാ ഇപ്പം ഇങ്ങനെ ദൈവം ഇടപെട്ടു എന്നൊക്കെ. അപ്പം ഞാൻ അവരോട് ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ ഉത്തരം ഇട്ടു തന്നു, അങ്ങനെ വിചാരിക്കരുത്. നമ്മളെപ്പോഴും ഓർക്കണം, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ എന്താ സംഭവിച്ചത്? വിശുദ്ധീകരണം നടന്നപ്പോൾ, എന്താണ് വിശുദ്ധീകരണം? പാപവഴികളെ വേണ്ടെന്ന് വെക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ, പാപവഴികളെ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന ആ പ്രക്രിയയാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണം നടന്നപ്പോൾ എന്ത് പറ്റി? ഞാൻ ഇത്തവണ റീസെൻ്റായിട്ട് കാരുണ്യ വഴിയിൽ പറഞ്ഞ കാര്യമാണ്. വിശുദ്ധീകരണം നടന്നപ്പോൾ ഇതുവരെയും ചൊരിയപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങൾ, തടസ്സപ്പെട്ട് കടന്നിരുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങി. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ മെച്ചം. ഹൃദയവിശുദ്ധി നമ്മൾ പാലിക്കുമ്പോൾ ഉള്ള മെച്ചം അതാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ തടസ്സമില്ലാതെ നമ്മളിലേക്ക് എത്തുന്നത് നമ്മൾ അറിയും. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ വീട് പണിയുടെ തടസ്സങ്ങൾ മാറും, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും, വിസ ശരിയാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം എന്താ? നമ്മൾ കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിന്നപ്പോൾ സ്വാഭാവികമായി അനുഗ്രഹങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, എന്തെങ്കിലും ഒരു മന്ത്രം ചൊല്ലി, എന്തെങ്കിലും ഒരു കുറുക്ക് പ്രാർത്ഥന ചൊല്ലി കർത്താവിനെ പ്രീതിപ്പെടുത്തി പ്രീണിപ്പിച്ച് സാധിച്ചെടുത്തു അല്ല, അങ്ങനെയല്ല. നമ്മൾ വിശുദ്ധീകരണത്തിലേക്ക് കർത്താവിൻ്റെ കൃപയാലെ അടുത്തപ്പോൾ
അനുഗ്രഹങ്ങൾ, മുമ്പേ ചൊരിയപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങൾ, തലയ്ക്ക് മുകളിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ മനസ്സിലാക്കുക. അതിനോട് ചേർത്ത് ഈ വിശുദ്ധീകരണത്തിന് നമ്മൾ അന്ന് പാലിക്കേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ, സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ പങ്കുവച്ചത് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ. അതിലൊന്നായിരുന്നു വചനം വായിക്കണം. ഇപ്പൊ പലയിടത്ത് വെച്ച് ആളുകൾ കാണുമ്പോൾ, അച്ചോ ഞങ്ങളുടെ ബൈബിൾ വായന തീർന്നു എന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്ന് കിട്ടിയ പ്രചോദനം കൊണ്ട് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട്. നല്ല കാര്യമാണ്. വചനത്തിലേക്ക് വരണം. വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടണം. ഞാനിത് സിമ്പിൾ സ്റ്റെപ്സ് ഓർക്കുന്നില്ലേ? നിങ്ങൾ കൂടിയവർ ഓർക്കുന്നുണ്ടായിരിക്കും. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അവസാനത്തെ 5 ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മൾ 5 പ്രാക്ടിക്കൽ തീരുമാനങ്ങളാണ് പറഞ്ഞത്. 5 അതിലൊന്നായിരുന്നു വചന വായന. മറ്റൊന്നായിരുന്നു ഈ വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തിയിൽ വളരണമെന്ന്. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരണം, വിശ്വാസത്തിൽ ആഴപ്പെടണം. വിശുദ്ധ കുർബാനയുള്ള ഭക്തിയിൽ വളരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. അതായത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെ പോകണമെന്നാണെന്ന് ഇന്നത്തെ ഒരു ട്രെൻഡ് അതുണ്ട്. ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങ് പറയുകയാണ്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പുറകെ പോകണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും വലിയ അത്ഭുതം ഓരോ ദിവസം നമ്മുടെ കിടവക പള്ളിയുടെ മദ്ബഹായിൽ നടക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും തിരുവോസ്തിയിൽ ചോര പൊടിഞ്ഞു എന്ന് പറയുമ്പോൾ ഓടുന്നവര് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ ഇത്രയും നാൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നോ? ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവുമാണെന്ന് വിശ്വാസം ഇല്ലായിരുന്നോ? അതല്ലേ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ കർത്താവിന്റെ കൗദാശിക സാന്നിധ്യത്തെ, സാക്രമെന്റൽ പ്രസൻസിനെ കാണുന്നതാണ് വിശ്വാസം. അപ്പൊ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അത് വിശ്വാസത്തിന്റെ ആരംഭഘട്ടത്തിലുള്ളവർക്കാണ്, വിജാതിയർക്കുള്ളതാണ്. അവർ കണ്ടോട്ടെ. നമുക്ക് അപ്പത്തിന്റെയും ഇതിന്റെ സാദൃശ്യത്തിൽ കർത്താവിനെ കാണുന്നിടത്തോളം എത്തില്ല എന്ന് മനസ്സിലാക്കണം. അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കേവല അത്ഭുതങ്ങളുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നവരായിട്ട് മാറും. ഏറ്റവും വലിയ അത്ഭുതം ഓരോ കുർബാനയിലും നടക്കുന്നില്ലേ? അതിനെ അങ്ങനെ മനസ്സിലാക്കി കുർബാന ഭക്തിയിൽ. അപ്പൊ ഈ വർഷം ഈ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ അതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. വചന വായന, വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി, വിശുദ്ധ കുമ്പസാരം നടത്തുക. വിശുദ്ധ കുമ്പസാരത്തിൽ കർത്താവിന്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതിനെ കരുണയുടെ കൂടാരം എന്നാണ് വിളിക്കുന്നത്. കരുണയുടെ കൂടാരം. നന്നായിട്ടൊരു കുമ്പസാരം നടത്തുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നതിന് കണക്കില്ല പ്രിയപ്പെട്ടവരെ. ഒപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥന. ഓർമ്മയില്ലേ? സന്ധ്യാപ്രാർത്ഥന. അതായത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തലമുറകളിലേക്ക് വിശ്വാസം കൈമാറാൻ പറ്റാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം, പള്ളിയിൽ പോക്കിന് കുറവില്ല, ബൈബിള് ഉണ്ട്, കുമ്പസാരമൊക്കെ വല്ലപ്പോഴും നടത്തുന്നുണ്ട്, മുടങ്ങിക്കിടക്കുന്നൊരു കാര്യമുണ്ട്. സന്ധ്യാപ്രാർത്ഥനയാണ്. സന്ധ്യാപ്രാർത്ഥനയാണ്. അപ്പോൾ എന്നെ കേൾക്കുന്നവർ അന്നിത് പറഞ്ഞ് ഞാൻ വളരെ നന്നായിട്ട് ബോധ്യപ്പെടുത്തിയാണ് എൻ്റെ വിശ്വാസം. സ്റ്റിൽ അത് മുടങ്ങിപ്പോയെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സന്ധ്യാപ്രാർത്ഥനയുടെ ശൈലി തിരിച്ചുപിടി. എല്ലാ ദിവസവും ഭവനങ്ങളിൽ ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, ഇതൊക്കെ അന്ന് പറഞ്ഞിട്ട് കൺവിക്ഷൻ കിട്ടിയിട്ട്, നല്ല ഉറച്ച ബോധ്യം കിട്ടിയിട്ട് അത് പാലിക്കുന്നവരുണ്ട്. ഇത് പ്രാക്ടിക്കൽ കാര്യങ്ങളല്ലേ? നമ്മുടെ പൂർവികർ ചേർത്ത് പിടിച്ച വിശിഷ്ട ശൈലികളല്ലേ? നമുക്ക് ഇടക്കാലത്ത് പറ്റിയത് ശ്രേഷ്ഠമായതിനെയൊക്കെ വഴിയിൽ എവിടെയോ കളഞ്ഞിട്ട് പുത്തൻ കുറുക്കു വഴികളുടെ പുറകെ ഓടാൻ തുടങ്ങി. നമ്മുടെ സഭ, പരിശുദ്ധ സഭ, കേരള സഭ 2000 വർഷം ജീവിച്ചൊരു വിശ്വാസ പാരമ്പര്യമില്ലേ? അതിപ്പം നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പുത്തൻ അഭ്യാസങ്ങൾ വഴി അല്ലല്ലോ. ഇത്തരം കൊച്ചു കൊച്ച് എന്നാൽ പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയും വചനവും നോമ്പും ഉപവാസവും അത് ഞാൻ പറഞ്ഞിരുന്നതാണ്. സന്ധ്യാപ്രാർത്ഥന, കൂദാശകൾ, ഇതിലൂടെയൊക്കെയല്ലേ. അപ്പോൾ ഞാൻ ഈ വിമല ഹൃദയ തിരുനാളിൻ്റെ ദിവസം നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേന്ന് ആഘോഷിക്കുമ്പോൾ നമ്മളും ആഗ്രഹിക്കണം നമ്മുടെ ഹൃദയവും വിമലീകരിക്കപ്പെടണം, നമ്മുടെ ഹൃദയവും വിശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടി ഒരാഗ്രഹം നമ്മളിലുണ്ടാകണം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മളിലുണ്ടാകണം. അതിന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു വിശുദ്ധീകരണം നമ്മളിൽ സാധ്യമാകുമ്പോൾ സ്വാഭാവികമായും അനുഗ്രഹങ്ങൾ ഒരുപാട് നമ്മുടെ മേൽ ചൊരിയപ്പെടും. ആ അനുഗ്രഹങ്ങളൊക്കെ ഈ വിശുദ്ധീകരണത്തിനുള്ള നമ്മുടെ തീരുമാനത്തിൽ തുടർച്ചയാണ്. കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാറി നിൽക്കാൻ നമ്മളെടുക്കുന്ന തീരുമാന തുടർച്ചയായിട്ട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തും. അത്ര ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ ദൈനംദിനം കേൾക്കുന്നതല്ലേ? ഞങ്ങളുമൊക്കെ ഒത്തിരി കേൾക്കുന്നുണ്ട് അത്തരം സാക്ഷ്യങ്ങൾ. അത്തരം എല്ലാ സാക്ഷ്യങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ്
ഒരിക്കൽ കൂടെ വിമല ഹൃദയ തിരുനാളിൻ്റെ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിയും യാചിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യത്താൽ അമ്മയുടെ വിമല ഹൃദയം വഴി ലഭിച്ച ഏതാനും അനുഭവങ്ങൾ, സ്പർശിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഞാൻ അനുഭവിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ്. കാരണം ഏതൊരു പ്രാർത്ഥന തുടങ്ങുമ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് എന്നെയും മൊത്തത്തിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ടെന്നും ശക്തിയുണ്ടെന്നും എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഒരിക്കൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹന മേഖലകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും വന്നു കഴിഞ്ഞും ഏതെങ്കിലും ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആദ്യമേ സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു എൻ്റെ വേദനകളും പ്രയാസങ്ങളും. അവിടെ നിന്ന് ഒഴുകുന്ന ആ സ്നേഹത്തിൻ്റെ കതിരുകൾ എന്നെ ആശ്വസിപ്പിക്കുകയും ഒത്തിരി തലോടറി നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിലെ ഒത്തിരി ശോചനീയമായ അവസ്ഥകൾ, തകർച്ചയുടെ അവസ്ഥകൾ, വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വേദനകളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, തള്ളിപ്പറയലും ഒത്തിരി കുറ്റപ്പെടുത്തലുകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അമ്മയുടെ ആ വിമല ഹൃദയത്തിൻ്റെ സ്പർശനം, ആ ഒരു സ്നേഹത്തിൻ്റെ സ്വാന്തനം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. ഒരിക്കൽ എൻ്റെ മകൻ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടു. ബസ് വന്നിടിച്ച് അപകടത്തിൽപ്പെട്ടു. കാഷ്വാലിറ്റിയിൽ വല്ലാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ജീവശവം പോലെ കിടക്കുകയാണ്. എനിക്ക് ഒന്നേ അറിയാൻ പാടുള്ളൂ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അതുമാത്രമേ അറിയത്തുള്ളൂ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏതൊരു പ്രാർത്ഥന ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒത്തിരി അനുഭവങ്ങൾ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു മകൻ ഇനി മരിക്കുകയേ ഉള്ളൂ എന്ന്. എന്നാൽ അമ്മയുടെ ആ മധ്യസ്ഥം, വിമല ഹൃദയത്തിൻ്റെ ആ വലിയ ശക്തി, ആ സ്നേഹം എൻ്റെ മകനിലേക്ക് പ്രവഹിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ആ ചേർത്ത് വെച്ചുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്നും ഞാൻ ജീവിച്ചിരിക്കുന്നതും ഇന്നും ദൈവത്തിൻ്റെ വചനം ഞാൻ കൈകളിൽ എടുക്കുന്നുണ്ടെങ്കിൽ, അധരങ്ങളിലൂടെ പറയുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. ഒരിക്കൽ ഞാൻ ഇതുപോലെ ആരാധനയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്, എവിടെയാണെങ്കിലും ആരാധനയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറയുന്നതായിട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്, മകളെ നീ വന്നതിൽ ഒത്തിരി ഞാൻ നന്ദി പറയുന്നു, സന്തോഷിക്കുന്നു എന്ന്. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ വലിയ സ്പർശനം എനിക്ക് മാതാവിലൂടെ ആ വിമല ഹൃദയത്തിലൂടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നുള്ളത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയവും ഒന്നായ എന്ന് എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തി, എന്നെ പിച്ച് വെച്ച് നടത്തുവാനായിട്ട് പരിശീലിപ്പിച്ച ഒരു പരിശീലന കളരിയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അതുപോലെ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 2-3 കൊറോണ കാലഘട്ടങ്ങളിൽ ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി. ഒത്തിരി ശോചനീയമായ അഗ്നിശോധന പോലെ കടന്നുപോയ നിമിഷങ്ങൾ. എനിക്ക് ഒന്ന് മാത്രമേ അറിയുള്ളൂ, പ്രാർത്ഥിക്കുക എന്നത്. മറ്റൊന്നും എനിക്ക് അറിയത്തില്ല. ആദ്യം വിളിക്കുന്നത് പരിശുദ്ധ അമ്മയെയാ. അത് കഴിഞ്ഞ് യേശുവിനെ വിളിക്കും, പിന്നീട് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ വിളിക്കും. ഇവർ 3 പേരും ഒന്നായിട്ടാണ്
എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകിയിട്ടുണ്ട്, ഇന്നും നൽകുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. വീഴാൻ തുടങ്ങുമ്പോൾ അമ്മ ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ എടുത്തു പൊക്കുന്നതായിട്ടുള്ള അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഏതൊരു പ്രാർത്ഥന ചേർത്ത് വെച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം ലഭിച്ചിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിലും പ്രശ്നങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഏറി വരുമ്പോൾ അമ്മ ആശ്വസിപ്പിക്കാറുണ്ട്. സാരമില്ല മകളെ, എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. അനേകരുടെ ആത്മാക്കൾക്ക് വേണ്ടി, അനേകം മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ ചെറിയ ചെറിയ സഹനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് എന്നോട് പറയാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധനയിൽ പോയി ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തിൻ്റെ വലിയൊരു അനുഭൂതി എത്രമാത്രം അനുഭവിച്ചറിയാൻ. കാരണം ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ നീരുറവയാണ് അമ്മയുടെ വിമല ഹൃദയം. കാരണം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കലവറയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഈ ശെമയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിലൂടെ വാളുകൾ കടക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാളുകൾ അമ്മയുടെ സ്വന്തമായിട്ടുള്ള വേദനകൾ മാത്രമല്ലായിരുന്നെന്ന് പരിശുദ്ധ അമ്മ വിമല ഹൃദയത്തിലൂടെ എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. മാത്രമല്ല, ഏതൊരു നിമിഷത്തിലേക്ക് കാൽ വയ്ക്കുമ്പോഴും അമ്മയെ കൂട്ടുപിടിക്കുക മാത്രമല്ല, ആ ഹൃദയത്തോട് ചേർത്ത് വെക്കും. എന്നിട്ട് ഞാൻ പറയും, അമ്മേ എന്നെ ഈശോനെ കൊടുക്കണേ, എൻ്റെ ഈശോയുടെ കാര്യങ്ങൾ പറയണേന്ന് പറയും. അപ്പോൾ പറയും, നീ വന്നതിൽ എൻ്റെ മകൻ സന്തോഷിക്കുന്നു എന്നെല്ലാം സംസാരിക്കാറുണ്ട്. ഞങ്ങൾ പരസ്പരം നേരിട്ട് കൂട്ടുകാരെ പോലെ സംസാരിച്ച് ഒത്തിരി കൃപകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയില്ലാതെ, എൻ്റെ ഈശോ ഇല്ലാതെ, വിശുദ്ധ യൗസേപ്പ് ഇല്ലാതെ ഒരു ജീവിതം എനിക്കില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും ഇന്ന് ഈ നിമിഷം ഇവിടെ ആയിരിക്കുന്നത് പോലും, പിടിച്ചു നിൽക്കുവാനുള്ള കൃപ ലഭിച്ചതുപോലും അമ്മയുടെ ഈ വിമല ഹൃദയത്തിനോട് ചേർന്നുള്ള പ്രാർത്ഥന കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ദുരിതങ്ങളും കടന്നു വന്നിട്ടുണ്ട്, രോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം ഈ രോഗത്തിനും എല്ലാത്തിനും ആശ്വാസം ഈ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സ്പർശിച്ച് അനുഭവിച്ച അനുഭവങ്ങളാണ്. അത് എത്രമാത്രം വർണ്ണിച്ചാലും മതിയാവുകയില്ല. കാരണം ആ സ്നേഹത്തിൻ്റെ ഹൃദയം, അമ്മയുടെയും ഈശോയുടെയും ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിൻ്റെ ആ നിർഗളിക്കുന്ന ആ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് കോരിക്കുടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് നീ കോരിക്കുടിക്കേ. എൻ്റെ ഈശോയുടെ അടുത്തിലേക്ക് എത്തുവാൻ ഇതാണ് ഏറ്റവും വലിയ എളുപ്പവഴി. അത് പ്രശ്നങ്ങളോ സഹനങ്ങളോ എന്തു തന്നെയായിരുന്നാലും നിന്റെ ജീവിതത്തിൽ ഞാനുണ്ട്, എൻ്റെ മകനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും ഏതൊരു മേഖലകളിലേക്ക് കടന്നുപോയാലും, വചനം പറയുവാനാണെങ്കിലും ഏത് പ്രാർത്ഥനാ ഗ്രൂപ്പിലാണെങ്കിലും പോകണമെങ്കിൽ അമ്മേൻ്റെ കൈ പിടിച്ച് ആ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് വർണ്ണിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും ഏറെ അനുഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തളർന്നു പോകാൻ മാതാവ് അനുവദിക്കാറില്ല. കാരണം വീണു പോകുവാനും മാതാവ് എന്നെ അനുവദിക്കാറില്ല. വീഴുന്നുണ്ടെങ്കിൽ തന്നെ അമ്മയുടെ ആ മൃദുല സ്പർശം എന്നെ തലോടി ആശ്വസിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്കും സ്നേഹത്തിൻ്റെ, രഹസ്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ കലവറയാണ് അമ്മയുടെ വിമല ഹൃദയമെന്ന് ഓരോ നിമിഷവും അമ്മ എന്നെ പഠിപ്പിക്കാറുണ്ട്. അമ്മയുടെ അനുഭവത്തിലൂടെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം എത്രയോ പ്രാവശ്യം അമ്മയുടെ അനുഭവം, ആ സ്നേഹിക്കുന്ന, ആ പുഞ്ചിരിക്കുന്ന ആ മുഖം. ഒരിക്കൽ അമ്മ എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണ് മോളെ, നീ എന്നെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചല്ലോ, നീ വിമല ഹൃദയത്തിൽ ചേർത്ത് വെച്ചല്ലോ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെങ്കിലും ഞാൻ പരിഭവമോ പരാതികളോ അല്ലെങ്കിൽ കരയുന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇല്ലമ്മേ, അമ്മ കരയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഒരിക്കൽ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഈശോ തളർന്നു വീഴുമ്പോൾ ആ മണൽ തരികൾ കോരിയെടുക്കുമ്പോൾ അമ്മയുടെ ആ കണ്ണുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെതാണോ വേദനയുടേതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, അമ്മയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ തുള്ളികൾ വീഴുന്നത് കണ്ടിട്ടുണ്ടമ്മേ, അല്ലാതെ അമ്മ കരയുന്നത് കണ്ടിട്ടില്ലമ്മേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സത്യമാണ്, അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ പരിലാളനം
അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും അമ്മയെ ഉപേക്ഷിക്കുവാനോ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാതിരിക്കാനോ സാധിക്കുകയില്ല എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഏതു നിമിഷവും അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വിമല ഹൃദയത്തിലേക്ക് എന്ത് വിഷമങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അത് ചേർത്ത് വെക്കുവാനുള്ള വലിയൊരു കൃപ വീണ്ടും അമ്മ എന്നോട് പറയാറുണ്ട്, എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നീ ധാരാളം ജപമാലകൾ ചെല്ലണം, എഴുതുവാനായിട്ട് ആഹ്വാനം ചെയ്യാറുണ്ട്. ഈ ജപമാല ചൊല്ലി എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് എന്നെയും ലോകം മുഴുവൻ സകല മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ.